KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകും. സർക്കാർ സഹായവും ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നുള്ള പണവും ഉറപ്പാക്കും. KSRTCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, KSRTC ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമായി ഈ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്മി, വൈകുന്നേരത്തോടുകൂടിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് KSRTCയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യത്തോടുകൂടി ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ, ധനമന്ത്രി KM ബാലഗോപാൽ, ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, KSRTC CMD ആയ പ്രമോദ് ശങ്കർ തുടങ്ങിയവരെ വിളിച്ച് ഒരു യോഗം അടിയന്തരമായി ചേർന്നത്. അതിൽ KSRTC ജീവനക്കാർക്ക് 2 ഗഡുവായി നൽകുന്ന ശമ്പളം അത് ഒറ്റത്തവണയായി നൽകണമെന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് മുഖ്യമന്ത്രി വച്ചിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറയുന്നത് സർക്കാർ തന്നെ നേരിട്ട് ധനസഹായം നൽകും. കാരണം ഇപ്പോൾ 50 കോടി രൂപയാണ് സർക്കാർ ധനസഹായമായി ഒരു പ്രതിമാസം നൽകുന്നത്. അതിൽ മാറ്റം വരുത്തി സർക്കാർ ധനസഹായം നൽകും. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നും എടുക്കുന്ന കൺസോസിയേഷൻ, അതായത് ലോണിന്റെ അളവിലും KSRTCക്ക് കുറച്ചുകൂടി ലോൺ എടുക്കുന്നതിനുള്ള സാവകാശവും അതുപോലെ തന്നെ അനുമതിയും നൽകും എന്ന ഒരു ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ വലിയ വിശ്വാസമൊന്നും തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഒന്നും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ആ തരത്തിൽ ഒരു പ്രസ്താവന ഇപ്പോൾ ഈ തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള കാരണം എല്ലാ മാസവും 5-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നും അത് ഒറ്റത്തവണയായി നൽകുമെന്നും കഴിഞ്ഞ തവണകളിലും ഒക്കെ തന്നെ KSRTC ജീവനക്കാരുമായി ഒക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയിലൊക്കെ തന്നെ ഉറപ്പ് നൽകിയിരുന്നതാണ്. അത് ഒരു തവണ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു തവണ പോലും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുകയോ അത് കൃത്യമായി നൽകുകയോ അത് ഒറ്റത്തവണയായി നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. പലതവണ ശമ്പളം മുടങ്ങി വലിയ പ്രതിഷേധങ്ങൾ, സമരങ്ങളൊക്കെ തന്നെ തെരുവിൽ കാണേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒറ്റത്തവണയായി ശമ്പളം നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തൊഴിലാളി സംഘടനകളൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും KSRTC പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലേക്കായി, KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലേക്കായി മുഖ്യമന്ത്രി ഒരു ഇടവേളയ്ക്ക് ശേഷം തന്നെ വീണ്ടും യോഗം വിളിച്ചിരിക്കുന്നു എന്നത് അത് വലിയ ഒരു കാര്യമായി തന്നെ പറയേണ്ടി വരും. കാരണം പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെ സർക്കാർ ധനസഹായം ലഭിക്കുന്നില്ല എന്ന വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും CMDയും അടക്കം തന്നെ വലിയ പ്രതിഷേധമായി പറയുന്ന സമയത്ത് പോലും വലിയ പ്രതികരണം നടത്താൻ ഈ കാര്യത്തിൽ മുന്നണി യോഗത്തിൽ പോലും ഈ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.